ഇന്ന് വൈകിട്ടാണ് പരിപാടി. അതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയായി വരികയാണ്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് ബീച്ചിൽ നിന്നും ചേരുന്നുണ്ട്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. ഉയർത്തെഴുന്നേൽപ്പിന്റെ അത് ഏത് ഇരുട്ടിലും നമുക്ക് ഒരു പുതിയ വെളിച്ചമുണ്ട്. ഏത് പ്രതിസന്ധിയിലും തളർന്നു വീണാൽ നമുക്ക് താങ്ങാകും. പലരും ഉണ്ടാകും അങ്ങനെ താങ്ങാകാൻ. ജീവിതത്തിന്റെ ഒരു പ്രതീക്ഷയാണത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ അക്രമത്തിനും ലഹരിക്കും എതിരെ നടത്തിയ ഈ യാത്ര. അതിനുള്ള ജനപിന്തുണയും സ്നേഹവും എല്ലാം ഏറ്റുവാങ്ങി ഇന്ന് അവിടെ കോഴിക്കോട് ബീച്ചിൽ വലിയൊരു ജനസാഗരം തന്നെ സാക്ഷി നിർത്തിയാകും നമ്മുടെ ഈ പ്രതിജ്ഞകളെല്ലാം പോവുക. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നിന്ന് നൽകാനുള്ളത്? സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായോ? കൂടുതൽ പറയൂ. സ്മിത, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. SKN യാത്രയുടെ സമാപന സമ്മേളനം നടക്കുന്ന വേദിക്ക് തൊട്ട് സമീപത്താണ് നമ്മളുള്ളത്. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ് സ്മിത. വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് എല്ലാവരും എത്തിത്തുടങ്ങും. 4 മണിക്കാണ് നമ്മുടെ പരിപാടി നമ്മൾ ആരംഭിക്കുക. അതിനുശേഷം ഈ സമാപന സമ്മേളനം അത് മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്യുക. മന്ത്രി AK ശശീന്ദ്രൻ വിശിഷ്ടാതിഥിയാണ്. മതമേലധ്യക്ഷന്മാരുൾപ്പെടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ ഈ പരിപാടിയുടെ ഭാഗമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം 1 ലക്ഷം പേരാണ് നമ്മുടെ ഈ സമാപന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തുക. അവർ ഈ കാണുന്ന അറബിക്കടലിനെ സാക്ഷിയാക്കിക്കൊണ്ട് അവർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെയ്യും. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി 14 ജില്ലകളിലൂടെയും 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ഒരു യാത്ര നടത്തുകയാണ്. അത് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരിയെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ നിർത്തിയായിരുന്നു. വലിയ അഭൂതപൂർവമായ ജനങ്ങളുടെ പിന്തുണ ഈ ഒരു യാത്രയ്ക്ക് ലഭിച്ചിരുന്നു. ഓരോ ജില്ലകൾ കടന്നു പോകുമ്പോഴും ഓരോ ജില്ലകളിൽ നിന്നും ഒറ്റക്കെട്ടായി ലഹരിയെ, അക്രമത്തെ തുടച്ചു നീക്കും ഈ നാട്ടിൽ നിന്ന് എന്നുള്ള പ്രതിജ്ഞ, അത്തരമൊരു ഉറപ്പ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചതാണ്. അങ്ങനെ ആ ഒരു യാത്രയുടെ പരിസമാപ്തിയാണ് ഇന്ന് കോഴിക്കോട് ബീച്ചിൽ നടക്കുക. എല്ലാവരെയും നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായി MG ശ്രീകുമാറും സ്റ്റീഫൻ ദേവസിയും ഒക്കെ നയിക്കുന്ന ഒരു ഗാനമേളയുണ്ട്. കൂടാതെ അകം ബാൻഡിൻ്റെ ഒരു സംഗീത നിശയുണ്ട്. അങ്ങനെ ഈ വലിയ വർണ്ണാഭമായ ഒരു പരിപാടിക്കാണ് കോഴിക്കോട് ബീച്ച് ഇന്ന് വൈകിട്ടോടുകൂടി സാക്ഷ്യം വഹിക്കുക. ഏതായാലും നമ്മൾ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ വലിയ പിന്തുണയാണ് ഈ കോഴിക്കോട് നഗരത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ലഹരിക്കെതിരായ പോരാട്ടത്തെ ഓരോരുത്തരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട്, താമരശ്ശേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ലഹരിയുടെ വലിയൊരു പ്രശ്നം അവർ നേരിടുന്നുണ്ടായിരുന്നു. ഓരോ ദിവസവും ലഹരി കേസുകൾ, അക്രമങ്ങൾ, അങ്ങനെയുള്ള വാർത്തകൾ എത്തിയിടത്തേക്കാണ് ഇത്തരമൊരു യാത്ര ഇതിനെയൊക്കെ തുടച്ചു നീക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്റർ തന്നെ മുന്നിട്ടിറങ്ങുന്നത്. അങ്ങനെ ഒരു യാത്രയുടെ പരിസമാപ്തിയാണിന്ന്. ഏതായാലും നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. 4 മണി മുതൽ നമ്മുടെ സമാപന സമ്മേളനം ആരംഭിക്കും. ലഹരിക്കെതിരായ പ്രതിജ്ഞ നമുക്ക് ഏറ്റുചൊല്ലേണ്ടതുണ്ട്. അതിനുശേഷം നടക്കുന്ന കലാപരിപാടികളിലേക്ക്, വർണ്ണാഭമായ സംഗീത നിശയിലേക്കൊക്കെ നമ്മളെല്ലാവരെയും ഈ കോഴിക്കോട് ബീച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്മിത. യെസ്, എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കാരണം ഇപ്പോൾ അഭിജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്, അത് എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമാണ്. അക്രമത്തിനും ലഹരിക്കും എതിരെയാണ് എല്ലാവരുടെയും ചിന്ത. അപ്പോൾ കേരളം മുഴുവനും ഇങ്ങനെ ലഹരി വർദ്ധിക്കുന്നു എന്നുള്ള വാർത്തകൾക്കിടെയാണ് ഇങ്ങനെ ഒരു യാത്ര തുടങ്ങിയത്. അതിനിന്ന് സമാപനമാകുമ്പോൾ ജനസാഗരത്തെ സാക്ഷി നിർത്തിയാകും ആ പരിപാടികളെല്ലാം. വൈകിട്ട് എല്ലാവരെയും ആ ബീച്ചിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് പാട്ട് പാടാൻ കഴിവുള്ളവർക്കൊക്കെ തന്നെ അങ്ങനെ പാടാനുള്ള ഒരു സംവിധാനമൊക്കെ ഒരുക്കിയിട്ട് വളരെ ജനകീയമായി തന്നെയാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടി സ്വാഗതം.